ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് കറണ്ട് അഫേഴ്സാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ നിർണായകമായ ഒരു മേഖലയാണ് കറണ്ട് അഫേഴ്സ്. അപ്പോൾ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് 2025-ലെയും 2024-ലെയും എല്ലാ കണ്ടന്റും നമ്മൾ വായിച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട ഇത്രയും ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2025 സെപ്റ്റംബർ 26, അതായത് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പത്രവാർത്തയായ വയോസേവന പുരസ്കാരത്തെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തെപ്പറ്റി പറയും. ഉപരാഷ്ട്രപതി, സംസ്ഥാന വയോജന കമ്മീഷൻ, നിർണായകമായ മാർക്കായി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു മാർക്കായി വരും. സെൻസസ്, INS തരിണി, 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി, പ്രധാനപ്പെട്ട വനിതകൾ, അതിൽ പ്രധാനപ്പെട്ട ഇന്ത്യയിലെയും ലോകത്തിലെയും കേരളത്തിലെയൊക്കെ പ്രധാനപ്പെട്ട വനിതകൾ ഉൾപ്പെടെയുള്ള കണ്ടന്റാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഉഷാറായി പഠിക്കുക. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളും നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുക. വയോസേവന പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ആദ്യം അറിയേണ്ട വസ്തുത, ഈ സാമൂഹ്യ നീതി വകുപ്പ് ഏർപ്പെടുത്തിയ വയോസേവന ആജീവനാന്ത സംഭാവന പുരസ്കാരത്തിന് അർഹയായത് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ചലച്ചിത്ര താരമായ ഷീല, മറ്റൊരു ഗായികയായ മേധിനി. ഈ രണ്ട് വ്യക്തികൾക്കാണ് സാമൂഹ്യ നീതി വകുപ്പ് ഏർപ്പെടുത്തിയ വയോസേവന ആജീവനാന്ത സംഭാവന പുരസ്കാരം ലഭിച്ചത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി കൊച്ചിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന വയോജന സൗഹൃദ നഗരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ലോകാരോഗ്യ സംഘടന ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ചത് ആരെയാണ് ചോദിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തിൽ ഏത് സ്ഥലമാണ് ചോദിച്ചാൽ അത് കൊച്ചിയാണ്. കൊച്ചിയുടെ ആദ്യകാല പേര് ഗോശ്രീ എന്നാണ്. കൊച്ചിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം ഏതാണ്? അത് കൊച്ചി, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് കൊച്ചി കോർപ്പറേഷനാണ്. ഇനി ഈ പറഞ്ഞ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുസ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും വയോജന സൗഹൃദമാക്കിയ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ടുള്ള വയോസേവന പുരസ്കാരം അല്ലെങ്കിൽ വയോസേവന പുരസ്കാരത്തിന് അർഹമായ ജില്ലാ പഞ്ചായത്ത് അത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ്. ഇതാണ് 2025, അതായത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രവാർത്ത ഇതാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചല്ലോ. 2023 പ്രഖ്യാപിച്ചത്, 2025 പ്രഖ്യാപിച്ചത്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത്? നമ്മുടെ മലയാളത്തിലെ മോഹൻലാലിന് ലഭിച്ചത് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ്. ഇനി മോഹൻലാലുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മലയാളിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണല്ലോ മോഹൻലാലുമായി ബന്ധപ്പെട്ട വസ്തുത. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് 2 തവണ കിട്ടിയിട്ടുണ്ട്. ഒന്ന് 1991 ഭരതം എന്ന സിനിമയിലെ അഭിനയ മികവിനും 1999 വാനപ്രസ്ഥം എന്ന ചലച്ചിത്രത്തിൽ അല്ലെങ്കിൽ ചിത്രത്തിലെ അഭിനയ മികവിനും അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 2 തവണ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ പറയുന്ന ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആരാ? ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി എന്നറിയപ്പെടുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 അദ്ദേഹത്തിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് ഒരു ചരിത്രം ഉണ്ടല്ലോ. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത അല്ലെങ്കിൽ പുരസ്കാരം എന്നറിയപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ്. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. 1969 ആദ്യമായി ഇത് ലഭിച്ചത്, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആദ്യമായി കിട്ടിയത്, അല്ലെങ്കിൽ 1969 പ്രഥമ ജേതാവ് ആരും ചോദിച്ചാൽ അത് ദേവിക റാണി റോറിച്ച് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. 2004 അടൂർ ഗോപാലകൃഷ്ണന് ലഭിച്ചു. അപ്പൊ നമുക്ക് വേണ്ടത് 2 മലയാളികൾക്ക് ഇതുവരെ ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഒന്ന് 2004 അടൂർ ഗോപാലകൃഷ്ണന്, 2023 പുരസ്കാരം 2025 ആർക്ക് ലഭിച്ചു? മോഹൻലാലിന് കിട്ടി. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതി ഉണ്ടല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്നറിയപ്പെടുന്നത് മോഹൻലാലാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ പറഞ്ഞ മോഹൻലാലിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 6 തവണ ലഭിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. മോഹൻലാലിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്ര തവണയാണ് ലഭിച്ചിട്ടുള്ളത്? 6 തവണ ലഭിച്ചിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി മോഹൻലാലിന് പത്മശ്രീ ലഭിക്കുന്ന വർഷം 2001 2009
അദ്ദേഹത്തിന് ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു. 2019 പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു. ഈ 3 ബഹുമതികളും വളരെ പ്രധാനപ്പെട്ടതാണ്. 2001 മോഹൻലാലിന് പത്മശ്രീ ലഭിക്കുന്നു. 2009 അദ്ദേഹത്തിന് ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിക്കുന്നു. 2019 പത്മഭൂഷൺ ലഭിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇന്ന് റെഗുലർ ബാച്ചിലും റിവിഷൻ ബാച്ചിലും പഠിക്കേണ്ട ടോപ്പിക്ക് സിലബസ് ഫാക്ട് പഠിക്കണം. വീഡിയോ ക്ലാസ് ഇന്ന് രാവിലെ 5 മണി മുതൽ എന്തൊക്കെ വീഡിയോ ക്ലാസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ മെറ്റീരിയൽസ് തന്നിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി പഠിക്കണം. മാജിക് മന്ത്ര സെഷൻസ്, PSC ഇൻഫ്ലുവൻസർ ടീച്ചേഴ്സും മെന്റേഴ്സും കോർഡിനേറ്റ് ചെയ്യുന്ന മാജിക് മന്ത്ര സെഷൻസ് എന്നറിയപ്പെടുന്ന സെഷൻ നിർണായകമാണ്. അതെല്ലാം അറ്റൻഡ് ചെയ്തതിനു ശേഷം രാത്രി 9 മണിക്ക് ഈ ദിവസം തന്ന എല്ലാ ക്ലാസ്സിൻ്റെയും എല്ലാ മെറ്റീരിയൽസിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. അതുകൂടി അറ്റൻഡ് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ഓക്കെ, പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി, ഏറ്റവും പുതുതായിട്ട് തുടങ്ങിയ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി 9072728242 നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക. അടുത്ത് നമ്മൾ പറയുന്നത് 15ാമത് ഉപരാഷ്ട്രപതിയാണ്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒന്നാണല്ലോ, ഓരോ സ്ഥാനങ്ങളിൽ ഒന്നാണല്ലോ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി. അപ്പൊ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തത് CP രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിന് 452 വോട്ടാണ് ലഭിച്ചത് ഇക്കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ജഗദീപ് ധൻഖറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാറി. അതിന്റെ പശ്ചാത്തലത്തിലാണ് 15ാമത് ഉപരാഷ്ട്രപതിയായ CP രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കുന്നത്. 1957 ഒക്ടോബർ 20 തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 2024 മുതൽ 25 വരെ, അതായത് 15ാമത് ഉപരാഷ്ട്രപതി പദത്തിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു. വളരെ ഇമ്പോർട്ടന്റ്. അപ്പം നിലവിലെ മഹാരാഷ്ട്ര ഗവർണർ ആരാ? അത് ആചാര്യ ദേവറത്താണ് നിലവിലെ മഹാരാഷ്ട്ര ഗവർണർ. ഈ ആചാര്യ ദേവറത്തിന് ഗുജറാത്തിന്റെ ഗവർണർ സ്ഥാനം കൂടിയുണ്ട്, അല്ലെങ്കിൽ അതിന്റെ അധികാരം കൂടിയുണ്ട്. അപ്പം ഗുജറാത്തിന്റെയും മഹാരാഷ്ട്രയുടെയും നിലവിലെ ഗവർണർ ആരാണ്? ആചാര്യ ദേവറത്താണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന 15ാമത് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുത, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ CP രാധാകൃഷ്ണനെ, അതായത് ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണനെതിരെ മത്സരിച്ച വ്യക്തിത്വം റിട്ടയർഡ് ജസ്റ്റിസ് B സുദർശൻ റെഡ്ഡിയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് വേണ്ടത്, ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നല്ല ധാരണയുള്ള ആളുകളായിരിക്കും. അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ ഉപരാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 63 മുതൽ 71 വരെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുക, ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ചോദ്യം ഇതാണ്: ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ പാർലമെന്റ്, ഓപ്ഷൻ ബി സുപ്രീം കോടതി, ഓപ്ഷൻ സി ഇലക്ഷൻ കമ്മീഷൻ, ഓപ്ഷൻ ഡി ഇതൊന്നുമില്ല. ഏതാണോ ഉത്തരം അതൊന്ന് കമന്റ് ചെയ്യുക. നമുക്ക് വേണ്ടത് അടുത്ത കണ്ടന്റിലേക്ക് പോകാം. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ. നിർണായക മാർക്ക്, 1 മാർക്ക് ഉറപ്പിച്ചോ. ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായി ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം അത് കേരളമാണ്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഇന്ത്യ എന്ന ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് കേരളമാണ്. പ്രബുദ്ധ കേരളത്തിലാണ് ആ നേട്ടം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ പറഞ്ഞ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ നിയമസഭയിൽ പാസ്സാക്കിയത് എന്നാണ് ചോദിച്ചാൽ അത് 2025 മാർച്ച് 19 നമുക്ക് അതിന്റെ റിലേറ്റഡ് ഫാക്ട് ഒന്ന് നോട്ട് ചെയ്തേക്കണം. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ അല്ലെങ്കിൽ ആദ്യ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് K. സോമപ്രസാദ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഈ കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ കാലാവധി 3 വർഷമാണ്. അതായത് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം, ആ കമ്മീഷന്റെ കാലാവധി 3 വർഷമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി മറ്റ് അംഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതയുണ്ട്. മസ്റ്റായിട്ടും ഒരു വനിതാ അംഗം വേണം. അതിൽ വനിതാ അംഗം EM രാധയാണ്. മറ്റംഗങ്ങൾ ലോപ്പസ് മാത്യു, KNK നമ്പൂതിരി, അമ്മ
അമരവിള രാധാകൃഷ്ണൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് EM രാധ. മറ്റംഗങ്ങളിൽ വനിതാ പ്രാതിനിധ്യമാണ് EM രാധ. ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പൊ കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്? K. സോമപ്രസാദ് ആണ്. ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനം അത് കേരളമാണ്. വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പുരസ്കാരം ആദ്യം നമ്മൾ പറഞ്ഞു. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തയിൽ ഒന്നാണ് ആ പറഞ്ഞേക്കുന്ന വസ്തുത. ഇനി നമ്മൾ പറയുന്നത് സെൻസസുമായി ബന്ധപ്പെട്ട വസ്തുതയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നത്. 2011 ഏറ്റവും അവസാനമായിട്ട് സെൻസസ് കണക്കെടുപ്പ് നടന്നത്. ദെൻ 5 വർഷം കൂടുമ്പോഴാണ് കാർഷിക സെൻസസ് എടുക്കുന്നത്. 20 വർഷം കൂടുമ്പോഴാണ് പെർസ്പെക്റ്റീവ് പ്ലാൻ അല്ലെങ്കിൽ പരിപ്രേക്ഷ്യ പദ്ധതി തയ്യാറാക്കുന്നത്. കടുവകളുടെ സെൻസസ് നടപടി അറിയപ്പെടുന്ന പേര് പഗ് മാർക്ക്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാപ്പാഠമാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ജനസംഖ്യയെ കുറിച്ചുള്ള പഠനം എന്തുവാ? അത് ഡെമോഗ്രഫിയ. സെൻസസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ജനസംഖ്യയെ കുറിച്ചുള്ള പഠനം എന്താണ്? ഡെമോഗ്രഫിയാണ്. 10 വർഷം കൂടുമ്പോഴാണ് ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നത്. 2011 ഏറ്റവും അവസാനമായിട്ട് സെൻസസ് കണക്കെടുപ്പ് നടന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ലോക രാജ്യങ്ങൾ എടുത്താൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാ? അത് ഇന്ത്യ. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിലാക്കും ചൈനയല്ലയോ? ചൈന ഇപ്പൊ 2ാം സ്ഥാനത്താണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ. 2ാം സ്ഥാനം ആരാണ്? ചൈനയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി 2026 അതായത് 2026 ഒക്ടോബർ 1 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജമ്മു കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ 1ാം ഘട്ട സെൻസസ് നടക്കുക. കേരളത്തിൽ സെൻസസ് നടപടിക്രമം നടക്കുന്നത് 2027 മാർച്ച് 1 മുതലായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഇന്ത്യയുടെ നിലവിലെ സെൻസസ് കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ അത് മൃത്യുഞ്ജയ കുമാർ നാരായൺ ആണ്, ഇന്ത്യയുടെ നിലവിലെ സെൻസസ് കമ്മീഷണർ. അപ്പൊ നമുക്ക് വേണ്ടത് നാഷണൽ സെൻസസ് ഡേ എന്ന അത് ഫെബ്രുവരി 9 അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റൊരു ടോപ്പിക് ഉണ്ട്, INS തരിണി. നിർണായകമായ മാർക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായും നിങ്ങൾക്കൊരു മാർക്കായിട്ട് കിട്ടും. INS തരിണിയുടെ പ്രത്യേകത പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകൾ എന്ന നേട്ടം K. ദിൽനയ്ക്കും A. രൂപയ്ക്കുമാണ്. K. ദിൽന കോഴിക്കോട് സ്വദേശിയാണ്, മലയാളിയാണ്. പുതുച്ചേരി സ്വദേശിയാണ് A. രൂപ. അപ്പൊ പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകൾ ആരെന്ന് ചോദിച്ചാൽ K. ദിൽനയും A. രൂപയും. ഇനി ഇവര് ഏത് പായ്വഞ്ചിയിലാണ് അവര് സഞ്ചരിച്ച? പായ്വഞ്ചിയുടെ പേര് INS തരിണി എന്നാണ്. ഉറപ്പായും ചോദ്യ സാധ്യതയുള്ള ഏരിയയാണ് INS തരിണി. 238 ദിവസം, ഏകദേശം 47,450 കിലോമീറ്റർ ആണ് 3 സമുദ്രങ്ങൾ കൊണ്ട് അവർ കവർ ചെയ്ത് മാറ്റിയത്. ഈ പദ്ധതിക്ക് നൽകിയ പേര് കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ. നാവിക സാഗർ പരിക്രമ 2 ആണ്. നാവിക സാഗർ പരിക്രമ 2 എന്നാണ് ഈ പറയുന്ന INS തരിണി എന്ന പായ്വഞ്ചിയിൽ K. ദിൽനയും A. രൂപയും ഈ പറയുന്ന 3 സമുദ്രങ്ങളും 47,450 കിലോമീറ്റർ ചുറ്റി 238 ദിവസം സഞ്ചരിച്ച് തിരിച്ചു വന്ന ഈ പദ്ധതിക്ക് നൽകിയ പേര് നാവിക സാഗർ പരിക്രമ 2 എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി നിർണായകമായ മാർക്ക്, ഈ പറയുന്ന എല്ലാം പ്രധാനപ്പെട്ടതാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി. നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന ഏതെങ്കിലും മത്സര പരീക്ഷയിൽ ഒരു മാർക്കായി മാറും. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി വിയപുരം ചുണ്ടനാണ്. 71ാമതാണ്. ഇനി ഈ പറഞ്ഞ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതെന്ന് ചോദിച്ചാൽ അത് കളിവെള്ളം തുഴയുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പം അവിടെ പ്രധാനപ്പെട്ട ഒരു PYQ ഉണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ്. 71ാമത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിജയിയെ ഇമ്പോർട്ടന്റ് ആണ്. ഭാഗ്യചിഹ്നവും മുൻകാല വർഷ ചോദ്യമായി 71ാമത്തെയും 70ാമത്തെയും 69ാമത്തെ ഒക്കെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആ വിജയിയെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി വിയപുരം ചുണ്ടനാണ്. ഭാഗ്യചിഹ്നം എന്താണ്? കളിവെള്ളം തുഴയുന്ന കാത്തു എന്ന കാക്കത്തമ്പുരാട്ടിയാണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ 2025 വനിതാ ചെസ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നിർണായകമായ മാർക്കാണ്. 2025 വനിതാ ചെസ് വേൾഡ് കപ്പ് വിജയി IM ദിവ്യ ദേശ്മുഖാണ്. ദിവ്യ ദേശ്മുഖാണ് 2025 വനിതാ ചെസ് വേൾഡ് കപ്പ് വിജയി. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ദിവ്യ ദേശ്മുഖ് ഏത് സ്വദേശിയാ? മഹാരാഷ്ട്ര സ്വദേശിയാണ്. റണ്ണറപ്പ് അത് കോനേരു ഹംപിയാണ്. 2025 വനിതാ ചെസ് വേൾഡ് കപ്പ്
റണ്ണറപ്പ്. അപ്പം ഈ കോനേരു ഹംപിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത എന്നറിയപ്പെടുന്നത് അത് കൊനേരു ഹംപിയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2025 വനിതാ ചെസ് വേൾഡ് കപ്പ്. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തേ. നമ്മൾ ഇന്ന് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ കണ്ടന്റ് എന്തുവായിരുന്നു? വേറെ ഒന്നുമില്ല, നമ്മൾ ആദ്യം പറഞ്ഞേക്കുന്ന വയോ സേവന പുരസ്കാരമാണ്. സാമൂഹ്യ നീതി വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണല്ലോ. അതിൽ ആർക്കൊക്കെ കിട്ടിയേക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഒന്ന് ഷീല, മറ്റൊന്ന് മേദിനി. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച സ്ഥലം ഏതാ, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏതാ? അത് കൊച്ചി കോർപ്പറേഷൻ ആണ്. ഇനി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രത്യേകത എന്താ? പൊതുസ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും വയോജന സൗഹൃദമാക്കിയ മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ നോട്ട്സ് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കൃത്യമായി കാണുക, നോട്ട്സ് വായിക്കുക, ഇന്നത്തെ എക്സാം സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.